ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്ന മമ്മൂട്ടിയുടെ. അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കുന്ന മുടിയുടെ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ മുടി വരയ്ക്കുന്ന ഒരു ലൈൻസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഫോട്ടോയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഭാഗത്ത് കുറച്ച് ലൈറ്റ് ഏരിയാസ് വരുന്നുണ്ട്, അതായത് വെളുത്ത നിറം വരുന്ന ഭാഗങ്ങളുണ്ട്. അത് മുടിയിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളാണ്, നരച്ച മുടിയല്ല, മുടിയിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ വരച്ച് തുടങ്ങുക. ആ ഭാഗം അതുപോലെ തന്നെ അവിടെ ഇട്ടേക്കുക. ഇപ്പം നമുക്ക് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ വരച്ചിട്ട് ആ ഒരു ഭാഗത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അതിന് മുമ്പ് അതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വരയ്ക്കുന്നു. പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്ത് തന്നെ ഓരോ ലൈൻസ് പോലെ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലൈൻസ് ഇടയ്ക്ക് വേണമെങ്കിൽ മായ്ച്ച് കൊടുക്കാം, മായ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മായ്ച്ചില്ലെങ്കിൽ നമ്മൾ ആ വരച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആ വരകൾ അതിൻ്റെ മുടി വരയ്ക്കുന്നുണ്ട് തന്നെ അത് ഫില്ലായി പൊക്കോളും, മുടി പൊക്കോളും. അപ്പോൾ പിന്നെ അത് മായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും മായ്ക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു പാടം അവിടെ മാറി കിട്ടും. അപ്പോൾ നമ്മൾ അത്ര ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാർക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് സമയമെടുത്താണ് ചെയ്തത്, അതുകൊണ്ട് കുറച്ച് നിങ്ങളെ കാണിക്കാതെ. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഡാർക്കായിട്ട് അതായത് നല്ല കട്ടി കൂട്ടി ചെയ്യേണ്ട ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ പെൻസിൽ വരച്ചൊക്കെ നമ്മളോട് ഒന്നുകൂടെ വരച്ചാൽ മതി റിപ്പീറ്റായിട്ട്. അപ്പം അവിടെ ഡാർക്ക്നെസ് വന്നോളും. അപ്പോൾ ഇതുപോലെ ഓരോ ബോക്സും കംപ്ലീറ്റ് ചെയ്ത് പോവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇട്ടിരുന്ന ആ ഭാഗം, അപ്പോൾ അവിടെ ചെറുതായിട്ട് പെൻസിൽ ലൈറ്റായിട്ട് വരയ്ക്കുക. ലൈറ്റായിട്ട് പെൻസിൽ വെച്ച് വരയ്ക്കുക, അതായത് നമ്മൾ കട്ടികൂട്ടി വരയ്ക്കാതെ ജസ്റ്റ് ലൈൻസ് പോലെ ചെറിയൊരു ലൈറ്റായിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. അവിടെ അതേവിടെ ഇടാതെ നമ്മൾ ചെറിയ ലൈൻസ് പോലെ വരയ്ക്കുന്നു. ഫോട്ടോയിൽ എങ്ങനെയാണോ മാക്സിമം അതുപോലെ തന്നെ ഇങ്ങോട്ട് പകർത്തി വരയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ ലൈൻസ് പോലെ വരച്ചു ലൈറ്റായിട്ട്. അതിനുശേഷം നമ്മൾ ബ്ലെൻഡിങ് സ്റ്റാമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു ഭാഗം പോലെ തന്നെ നമുക്ക് അവിടെ കിട്ടും. അതേ വെളുത്ത ഭാഗമായിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകരുത്. നമ്മൾ ഇതുപോലെ ലൈൻസ് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് റിയലിസ്റ്റിക് ആക്കി എടുക്കാമെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡോട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിയുടെ ഭാഗം നമ്മൾ വരച്ച് കഴിയും. അപ്പോൾ മുടി ആ ഇരി വെച്ചേക്കുന്നതിൻ്റെ ആ രീതി തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ. എല്ലാവിടേക്കെന്ന് പറയാം, നമ്മൾ ഹെയർ സ്റ്റൈൽ ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ വരച്ചെടുക്കാൻ നോക്കുക. പിന്നെ അപ്പോൾ പാർട്ട് 1 നമ്മൾ യൂസ് ചെയ്തിരുന്നു, അപ്പോൾ അത് വരച്ച് നോക്കി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതും കണ്ടിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ അടുത്ത പാർട്ടോടുകൂടി നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് വരച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഫോട്ടോയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതുപോലെ മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. എവിടെയൊക്കെയാണ് ഡാർക്ക്നെസ് വരുന്നെങ്കിൽ അവിടെ ഡാർക്ക്നെസ് ആയിട്ടും കൊടുക്കുക. ലൈറ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ 2 പാർട്ടും ഞാൻ വരച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക.